വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. രാവിലെ തന്നെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോണ പോക്കാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നിട്ടേ ഇല്ല. വൈകുന്നേരമാണ് ഒന്ന് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്നത്. ഇപ്പം ബസ്സില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടത്. ഞാൻ അരമണിക്കൂർ മുന്നേ ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഓട്ടോയും വിളിച്ച് ഞാൻ കെട്ടാങ്ങൽ ഇറങ്ങി അവിടെ നിൽക്കേണ്ടി വന്നു എന്നല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടായില്ല. കുറേ നേരം നിന്നതിന് ശേഷമാണ് ഒരു ബസ് വന്നത്. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഡാൻസ് ക്ലാസ്സിലേക്കുള്ള നടത്താണ് കേട്ടോ. ആക്ച്വലി ഇന്ന് വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. ഇന്ന് പൊന്നു ഞാനും കൂടി റീൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നു എവിടെ എത്തിയെന്നൊക്കെ ഞാൻ വിളിച്ച് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ചില സമയം നമ്മൾ എന്തെടുത്താലും ഒരേ കളറിലേക്ക് പോകുന്നതാണല്ലോ. ഈ ഇടയായിട്ട് ഞാൻ എന്തെടുത്താലും പേർപ്പിൾ ഷെയ്ഡിലേക്ക് പോകാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്പ് നിർത്തിയൊരു ഡ്രസ്സാണ്. പാമ്പിന്റെ വായിന്ന് രക്ഷപ്പെട്ട് വരുന്ന എലി എന്നൊക്കെ കേട്ടപ്പോൾ ആ ജീപ്പിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന വരുത്താണ് കേട്ടോ രണ്ടിന്റെയും. അങ്ങനെ ഞങ്ങൾ ആദ്യം ഡാൻസ് ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇപ്പം വരാട്ടോ റീൽ എടുത്തിട്ടെന്ന് പറഞ്ഞ് പോണ പോക്കാണ് കേട്ടോ. ഒരു വയലുണ്ട്, അടിപൊളി വയലാന്ന് പറഞ്ഞിട്ട് കുട്ടി കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് ഏതോ ഒരു തുരുത്തിലാണ് ഗെയ്സ്. കാരണം ഏതാ ഇത് വയലെന്നൊന്നും എനിക്കറിയില്ല. പെണ്ണ് അവിടെ നിന്ന് ആ മുടിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് റീൽ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് തന്നെ ഒത്തിരി പ്രാവശ്യം വീഡിയോ എടുക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്റ്റെപ്പുകൾ പഠിച്ചു വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം തെറ്റുകയും പല പ്രാവശ്യം വീഡിയോ മാറ്റി മാറ്റി എടുക്കുകയും ചെയ്യേണ്ടി വന്നിട്ടോ. ആകെ ഒന്നോ രണ്ടോ മര്യാദയ്ക്കുള്ള വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ പിന്നെ ഡാൻസ് ക്ലാസ്സിൽ വന്നു. അതിൻ്റെ ഒരു ചെറിയ ബ്രേക്കാണ് കേട്ടോ അത്. കാരണം അമ്മാതിരി വേർക്കൽ ഞങ്ങൾ വേർത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഡാൻസ് കഴിയുമ്പോഴത്തേക്കും ശരിക്കും നല്ല പെയിനായിട്ട് കേട്ടോ. ഞാനിങ്ങനെ അമ്മ ഒരു വെള്ളത്തുണിയും ഓലക്കീറും എടുത്തോളൂ എന്നുള്ള രീതിക്കാണ് ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നത് കേട്ടോ. അപ്പോഴത്തേക്കും എന്താ ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല മഴയായി ഇരുട്ട് മൂടി വരാൻ തുടങ്ങിയിട്ടോ. എടി ഈ പോവല്ലെടി ഇത്തിരി നേരം വർത്താനം പറഞ്ഞ് നിൽക്കുന്നതാണ് പൊന്നു പറയുന്നത് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ടല്ല, എനിക്ക് ബസ്സില്ല. അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ അങ്ങ് പോവുകയും ചെയ്യും. നമുക്ക് ബസ്സില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ. ഉഷമ്മേൻ്റെ ഒരു കോളും ഉണ്ടായിരുന്നു. ദൃശ്യേ 6 മണിക്ക് സുൽത്താൻ ബസ് ഉള്ളതാണെന്ന്. നടന്ന് നോക്കുമ്പോൾ ഇതാ നമ്മളെ സുൽത്താൻ ബസ്സാണ് ആ നിൽക്കുന്നത്. 6 മണിക്ക് എനിക്ക് പോകാനുള്ള ബസ് അവിടെ കേടായി കിടക്കുകയാണോ എന്താണെന്നറിയില്ല, ഒരാടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബസ്സില്ല എന്നുള്ളത്. ഇനിയും കെട്ടാങ്കിലേക്ക് കയറി അവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അമ്മേനെയും വൈശാട്ടിനെയും കല്യാണിയും എല്ലാവരും മാറി വിളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കെട്ടാങ്കൽ വന്ന് ഇറങ്ങി. അല്ലുട്ടനും തുമ്പിക്ക് എന്തെങ്കിലും കൊണ്ടു ചെല്ലാൻ ഞാൻ അവരെന്നെ കശാപ്പ് ചെയ്തിടുവേൻ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നല്ല ബോഡി പെയിൻ ഉണ്ട്. മുള്ളാണിപ്പം മീശമാധവനിൽ നടത്താണ് ഞാൻ വീട്ടിലേക്ക് ഓട്ടോ ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് അടുത്ത വ്ളോഗിൽ കാണാൻ ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുക്കും.